നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്പർ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം. അപ്പോൾ നമ്പർ സിസ്റ്റം ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നമ്പർ സിസ്റ്റം, അതായത് നമ്പർ എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതൊക്കെ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡേറ്റാസിനെ ഏതൊക്കെ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ്. മെയിനായിട്ട് 4 ടൈപ്സ് ഉണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ 1 2 3 4 5 അങ്ങനെയൊക്കെ പറയുന്ന നമ്പേഴ്സ്, അതാണ് ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഡെസിമൽ നമ്പറിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇത് എക്സാമിന് ചോദിക്കും. ബേസ് എത്രയാണ്, അല്ലെങ്കിൽ ബേസ് 10 ആയിട്ടുള്ള നമ്പർ സിസ്റ്റത്തിനെ പറയുന്ന പേരെന്താണ്? എന്താണ്? ഡെസിമൽ നമ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെസിമൽ നമ്പറിൽ ഡേറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം നോക്കിയേ, 55 അതിലേതൊക്കെയുണ്ട്? 5 2 പ്രാവശ്യമുണ്ട്. അല്ലെങ്കിൽ 91 ഏതൊക്കെ ഡിജിറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്? 9 യൂസ് ചെയ്തിട്ടുണ്ട്, 1 യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ഏതൊക്കെ ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്? 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, മെഷീൻ ലാംഗ്വേജിൽ എന്താ യൂസ് ചെയ്യുന്നത്? ബൈനറി നമ്പേഴ്സ് അല്ലെങ്കിൽ ബിറ്റ്സ് അല്ലെങ്കിൽ ബൈനറി ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതേതാണ്? 0സും 1സുമാണ്. 0യും 1ഉം വെച്ചിട്ടാണ് ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ബൈനറി നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 0യും 1ഉമാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഇനി ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയാണെന്ന് ചോദിച്ചാൽ 2 ആണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഏതൊക്കെ ഡിജിറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 0യും 1ഉം. ഇങ്ങനെ രണ്ട് ഡിജിറ്റ്സ് മാത്രമാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഒക്ടൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാം എവിടെ വരെയുള്ള ആയിരിക്കും? 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. 8 എന്ന് നമുക്കറിയാം. 0 1 2 3 4 5 6 7 എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പം ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. ഏതൊക്കെ ഡിജിറ്റ്സ് ആണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ ആണ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് 16 ആണ്. അപ്പം ഇതിലേതൊക്കെ യൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് യൂസ് ചെയ്യും. അതിനുശേഷം A മുതൽ F വരെയുള്ള ക്യാരക്ടേഴ്സും യൂസ് ചെയ്യും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 16 വരെ നമുക്ക് ഡിജിറ്റ്സ് ഇല്ല അല്ലേ? 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ്. പിന്നെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത്? പിന്നെ 1 0 9 കഴിഞ്ഞാൽ 10 11 എന്നല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു പകരം നോക്കിയേ, 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് യൂസ് ചെയ്യും. 9 കഴിഞ്ഞതിന് ശേഷം എന്താണ്? 10ന് പകരം വരുന്നത് എന്താണ്? A ആണ്. 11ന് പകരം വരുന്നത് B, 12ന് പകരം വരുന്നത് C, 13ന് പകരം D, 14ന് പകരം E, 15ന് പകരം F. അങ്ങനെയാണ് 0 മുതൽ 16 വരെയുള്ള ബേസ്. 0 മുതൽ 16, അതായത് ഹെക്സാഡെസിമലിൻ്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പം 16 വരെ വരണമെങ്കിൽ ഏതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും A മുതൽ F വരെയുള്ള ക്യാരക്ടേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഏതെന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്പർ സിസ്റ്റം മെയിനായിട്ടും 4 ടൈപ്സിലാണുള്ളത്. ഏതൊക്കെ? ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ബൈനറി ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഹെക്സാഡെസിമൽ ഉണ്ട്. ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ഏതൊക്കെ ഡിജിറ്റാണ് ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ബൈനറി ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസ് 2 ആണ്. 0യും 1ഉമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസ് 8 ആണ്.
ഓക്ടൽ. ബേസ് 8 ആണ്. 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ ബേസ് 16 ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും ബാക്കിയുള്ളത് എങ്ങനെയാണ് A മുതൽ F വരെയുള്ള ക്യാരക്ടേഴ്സും യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ബൈനറി നമ്പർ സിസ്റ്റം നമ്മൾ പറഞ്ഞ എന്താണ്, ബേസ് 2 ആണെന്ന് പറഞ്ഞു. ഏതൊക്കെ ഡിജിറ്റാണ് യൂസ് ചെയ്യുന്നത്? 0യും 1ഉമാണ് ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സ് എന്ന് പറഞ്ഞു. ബൈനറി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ ഓഫ് 0 ആൻഡ് 1, 0യും 1ഉമായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, എക്സാമ്പിൾ പറഞ്ഞാൽ എ ഡേറ്റ ലുക്ക് ലൈക്ക്. ഒരു ഡേറ്റ എങ്ങനെയായിരിക്കും? ഇതേ രീതി 0 1 1 0 1 1 അല്ലെങ്കിൽ 1 0 1 1 1 0 1 1, അതല്ലാന്നുണ്ടെങ്കിൽ 1 0 0 1 1 1 നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. 1ഉം 0യും മാത്രമേ ഏതിൽ കാണത്തുള്ളൂ? നമ്മുടെ ബൈനറി നമ്പറിൽ കാണത്തുള്ളൂ. അതാണ് കോമ്പിനേഷൻ ഓഫ് 0 ആൻഡ് 1 ആയിരിക്കും. ഇനി എക്സാമിന് ചോദിക്കും ബൈനറി നമ്പർ അല്ലെങ്കിൽ വൺസ് കോംപ്ലിമെൻ്റ് ഓഫ് എ ബൈനറി നമ്പർ. ഇതാണ് നമുക്കറിയാം, ബൈനറി നമ്പർ അല്ലെങ്കിൽ ബൈനറി ഡേറ്റ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 0യും 1ഉം ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇതൊരു ബൈനറി നമ്പർ ആണെന്നറിയാം. അപ്പോൾ ഈ ഒരു ബൈനറി നമ്പർ തന്നിട്ട് അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ ഒരു ഡെസിമൽ നമ്പർ തന്നിട്ട് അതിൻ്റെ ബൈനറിയുടെ വൺസ് കോംപ്ലിമെൻ്റ് എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എത്രയാണ് എന്നൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കും. അല്ലെങ്കിൽ ബൈനറി നമ്പർ തന്നിട്ട് അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എത്രയാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കി, എങ്ങനെയാണ്? എളുപ്പമാണ്. വൺസ് കോംപ്ലിമെൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ എന്താ, ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, 0യും 1ഉം മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. വൺസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ, ഇപ്പോൾ ഇതൊരു ഡേറ്റയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷനിൽ 1 ഉള്ള സ്ഥലത്ത് എന്ത് കൊടുക്കും? 0 വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. 0 ഉള്ള പൊസിഷനിൽ 1 വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. അങ്ങനെയാണ് വൺസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, വൺസ് കോംപ്ലിമെൻ്റ് ഓഫ് എ ബൈനറി നമ്പർ it is obtained by changing 1 to 0 and 0 to 1. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 1 ഉള്ള പൊസിഷനിൽ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. 0 ഉള്ള പൊസിഷനിൽ എന്താകണം? 1 ആക്കണം. അപ്പം 1നെ 0 ആക്കിയും 0യെ 1 ആക്കിയും ചേഞ്ച് ചെയ്തുകൊണ്ടാണ് വൺസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കുന്നത്. നോക്കിയേ, എക്സാമ്പിൾ വൺസ് കോംപ്ലിമെൻ്റ് ഓഫ് 1 0 1 0 1 1. അപ്പം നമുക്കത് ആലോചിച്ച് നോക്കാം, എങ്ങനെയാണ് 1 0 1 0 1 1. ഇത് എന്താ പറഞ്ഞേക്കുന്നത്? 1 ഉള്ളിടത്ത് 0യും 0 ഉള്ളിടത്ത് 1ഉം. നോക്കിയേ, ഫസ്റ്റ് പൊസിഷനിൽ എന്താണുള്ളത്? വൺസിൻ്റെ പ്ലേസിൽ 1 ആണുള്ളത്. അപ്പോൾ അവിടെ എന്താക്കണം? 0 ആക്കണം. ഇതാണ് ഈ ഒരു ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നോക്കിയേ, ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ 1 ആണ്. അപ്പം നമ്മൾ അതിനെ വൺസ് കോംപ്ലിമെൻ്റ് ആക്കുമ്പോൾ എന്താക്കി കൊടുക്കണം? 0 ആക്കി കൊടുക്കണം. ഇവിടെ 0 അല്ലേ വന്നേക്കുന്നത്? ആണ്. അടുത്ത ടെൻസിൻ്റെ പ്ലേസിൽ എന്താണ്? 1 ആണ്. അവിടെ എന്താക്കണം? 0 ആക്കണം. 0 ആയി. ഇനി അടുത്ത പൊസിഷനിൽ എന്താണ്? ഇവിടെ 0 ആണ്. അപ്പോൾ 0യ്ക്ക് പകരം എന്ത് വരണം? 1 വരണം. അതുകൊണ്ട് അവിടെ 1 വന്നു, 1 കൊടുത്തു. അടുത്ത എന്താണ്? 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. ഇനി നോക്കി, അടുത്ത പൊസിഷനിൽ 0 ആണ്. അതിന് പകരം എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. വീണ്ടും ഇവിടെ എന്താണ്? 1 ആണ്. അതിന് പകരം എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. കണ്ടോ? ഇങ്ങനെയാണ് വൺസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 ഉള്ള പൊസിഷനിൽ 0 കൊടുക്കുക, 0 ഉള്ള പൊസിഷനിൽ എന്താക്കുക? 1 ആക്കുക. അങ്ങനെയാണ് വൺസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം കൊടുക്കാം. 1 0 1 1 0 0 1. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എങ്ങനെയായിരിക്കും വരുന്നത്? ഇപ്പോൾ നോക്കിയേ, ആദ്യമേ എന്താണ്? നമുക്ക് വൺസിൻ്റെ പൊസിഷനിൽ നിന്ന് എഴുതിപ്പോവാം. വൺസിൻ്റെ പൊസിഷൻ ഇവിടെ എത്രയാണുള്ളത്? 1 ആണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്ലേസിൽ എന്ത് വരും? 1ന് പകരം എന്ത് വരും? 0 വരും. ഇനി നോക്കിയേ, ഇപ്പുറത്ത് എന്താണ്? 0 ആണ് അല്ലേ? ഇവിടെ 0 ആണ്. അപ്പോൾ 0യ്ക്ക് പകരം എന്ത് വരും? 1 വരും. വീണ്ടും നോക്കിയേ, ഇവിടെ എന്താണ് അടുത്തത്? 0 ആണ്. 0യ്ക്ക് പകരം എന്ത് വരും? 1 വരും. ഇനി അടുത്ത് നോക്കിയേ, ഇവിടെ എന്താണ്? 1 ആണ്. 1ന് പകരം എന്ത് വരും? 0 വരും. 1ന് പകരം എന്ത് വരും? 0 വരും. വീണ്ടും അടുത്ത പൊസിഷനിൽ എന്താണ്? 1 ആണ്. അപ്പോൾ ആ 1ന് പകരം എന്ത് വരും? 0 വരും. ഇനി അടുത്ത പൊസിഷനിൽ എന്താണെന്ന് നോക്കി, 0 ആണ്. 0യ്ക്ക് പകരം എന്ത് വരും? 1 വരും. വീണ്ടും എന്താണ്?
1 1ന് പകരം എന്ത് വരും 0 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ വന്നു? ഇപ്പോൾ 1011 അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 1. നോക്കിയേ, നിങ്ങൾ നോക്കിയേ ആൻസർ നോക്കിയേ കറക്റ്റ് ആണോ എന്ന്? 0 0 1 1 0. ഇതാണ് വൺസ് കോംപ്ലിമെൻറ്റ്. ഇങ്ങനെയാണ് ഒരു ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി എക്സാമിന് ചോദിക്കും ടൂസ് കോംപ്ലിമെൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കും. അല്ല, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നല്ല, ടൂസ് ഒരു ബൈനറി നമ്പർ തന്നിട്ട് അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് ഏതാണെന്ന് നമുക്ക് ഓപ്ഷനിൽ നിന്ന് എഴുതാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ടൂസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ പഠിച്ചല്ലോ. അപ്പോൾ ആദ്യമേ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ആദ്യമേ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്താൽ +1, അതിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. നോക്കേ, ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് എ ബൈനറി നമ്പർ. എങ്ങനെയാണ് ടൂസ് കോംപ്ലിമെൻറ്റ്? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കൺവേർട്ടിംഗ് ദ വാല്യൂ ടു വൺസ് കോംപ്ലിമെൻറ്റ്. ആദ്യമേ എന്ത് ചെയ്യണം? ആ ബൈനറി വാല്യൂവിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യുക. ആൻഡ് ആഡ് 1 ടു ദി കോംപ്ലിമെൻറ്റ്. എന്നിട്ട് ആ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ ആ 1 കൂടി ആഡ് ചെയ്യുക. എന്തുണ്ട്? ആഡ് 1 ടു ദാറ്റ് കോംപ്ലിമെൻറ്റ്. അതായത് ആ കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 1 കൂടി ആഡ് ചെയ്യണം. ഇപ്പോൾ നോക്കി എങ്ങനെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് 0110 0110യുടെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യമേ നമുക്ക് 0110യുടെ എന്ത് കണ്ടുപിടിക്കണം? വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് 1 വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് 0110യുടെ വൺസ് കോംപ്ലിമെൻറ്റ് എന്താണ്? ഈ 0 ഉള്ള പൊസിഷനിൽ എന്ത് വരും? 1 വരും. 1 ഉള്ള പൊസിഷനിൽ എന്ത് വന്നു? 0. അടുത്ത 1 ഉള്ള പൊസിഷനിൽ 0. അടുത്ത 0 ഉള്ള പൊസിഷനിൽ 1. അപ്പോൾ 0110യുടെ വൺസ് കോംപ്ലിമെൻ്റ് ആണ് 1001. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യുക. കണ്ടോ? ആഡിങ് 1 ടു 1001. ഞാൻ ചെയ്ത് കാണിക്കാതെ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ ഒന്നും മനസ്സിലാവുമോ എന്നറിയില്ല. ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇത് എഴുതി ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ക്ലാസ് എടുത്തിടാം. അപ്പം ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പം നോക്കിയേ, അടുത്ത എന്താ? ആഡിങ് 1 ടു 1001. നമ്മുടെ ഈ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചതിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യുക. അപ്പം നോക്കിയേ, 1001 + 1. അപ്പോൾ 1 + 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്, അതായത് 1 + 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 10 ആണ്. 1ൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 10 എന്നാണ് കിട്ടുന്നത്. ഇനി നോക്കിയേ, 1 + 1 ആഡ് ചെയ്തപ്പോൾ 10 എന്ന് കിട്ടി. എന്നിട്ട് അതിൻ്റെ ഈ വൺസിൻ്റെ ഡിജിറ്റിൽ 0 ആണ്. നമ്മൾ സാധാരണ നോർമൽ ആഡ് ചെയ്യത്തില്ലേ, ആഡ് ചെയ്ത് റിമൈൻഡർ ആഡ് ചെയ്യുന്ന കണക്ക് തന്നെ 1 + 1 എന്ത് കിട്ടി? 10 കിട്ടി. നമുക്ക് ഒരു ഡിജിറ്റ് മാത്രമേ ഇവിടെ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിവിടെ 0 എഴുതി. ഇനി എന്തുണ്ട്? റിമൈൻഡർ 1 ഉണ്ട്. ആ 1 ഈ അടുത്ത ഡിജിറ്റിലുള്ള 0യുടെ കൂടെ ആഡ് ചെയ്യും. 1 + 0, 1ൻ്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 1 കിട്ടി. അങ്ങനെയാണ് ഇവിടെ 1 വന്നത്. 1 + 0 1 വന്നു. ഇനി അതിന് ശേഷം നോക്കി, ഇനി റിമൈൻഡർ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ 0യുടെ ഇവിടെ ആഡ് ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ എന്ത് തന്നെ വന്നു? 0 വന്നു. പിന്നെ 1ൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ എന്ത് വന്നു? 1 വന്നു. അപ്പം 1010 ആണ് ആൻസർ ആയിട്ടുള്ളത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നോക്കിയേ, 1 + 1, 1ൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്തപ്പോൾ എത്രയാണ് റിസൾട്ട് വരുന്നത്? 10 ആണ്. അത് എപ്പോഴും ഓർത്തിരിക്കുക. 1 + 1, 1 എന്ന് പറയുന്ന ബൈനറി നമ്പറും 1 എന്ന് പറയുന്ന ബൈനറി നമ്പറും കൂടി ആഡ് ചെയ്താൽ റിസൾട്ട് കിട്ടുന്നത് 10 ആണ്. അപ്പോൾ നോക്കിയേ, 1 + 1 10 ആണ്. അതിലെ 0 ഇവിടെ എഴുതി. റിമൈൻഡർ 1ഉം നെക്സ്റ്റ് ഡിജിറ്റും കൂടി ആഡ് ചെയ്തു. 1 + 0 എത്രയാണ്? 1 ആണ്. ഇനി അടുത്ത 0
0 പ്ലസ് 0 എത്രയാണ് 0 ആണ്. 1 പ്ലസ് 0 ഇവിടെ ഒന്നുമില്ലല്ലോ ആണ് 1 പ്ലസ് 0 1 ആണ്. അപ്പോൾ 1010 എന്നതാണ് ഏതിൻ്റെ 2's കോംപ്ലിമെൻറ്റ്. ഇവിടെ നമുക്ക് ഏതിൻ്റെ 2's കോംപ്ലിമെൻ്റ് ആണ് എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് 0110. 0110യുടെ 2's കോംപ്ലിമെൻ്റ് ആണ് 1010 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. 2's കോംപ്ലിമെൻറ്റ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നോക്കിയേ, എങ്ങനെയായിരിക്കും നമുക്കൊരു നമ്പർ ആഡ് ചെയ്ത് നോക്കാം 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ. ജസ്റ്റ് ഇപ്പം നോക്കിയേ 101 ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 101ൻ്റെ 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. എത്രയായിരിക്കും 101ൻ്റെ 1's കോംപ്ലിമെൻറ്റ്? 1ൻ്റെ പൊസിഷന് എന്ത് വരും? 0 വരും. അടുത്ത 0യുടെ പൊസിഷന് എന്ത് വരും? 1 വരും. അടുത്ത 1ൻ്റെ പൊസിഷന് എന്ത് വരും? 0 വരും ഇല്ലേ? അപ്പോൾ ഇതിൻ്റെ 1's കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് ഈ കിട്ടിയേക്കുന്നത്. ഇനി എന്താ വേണ്ടത്? ഇതിൻ്റെ കൂടെ 1 കൂടി നമുക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യണ്ടേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 1 കൂടി ആഡ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ 010യുടെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ നോക്കിയേ, 1ഉം 0യും അല്ലേ? 1 പ്ലസ് 0. 1 പ്ലസ് 0 എത്രയാണ്? 1 പ്ലസ് 0 എത്രയാണ്? 1 പ്ലസ് 0 എത്രയാണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കുക? 1 പ്ലസ് 0 1. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് എന്താണ്? 1ൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം അവിടെ എന്താണ്? 1 പ്ലസ് 0 ആണ്. അപ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. ഇനി നോക്കിയേ, ഇപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? 0യുടെ പൊസിഷനിൽ 0 പ്ലസ് 0 ആണ്. അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം 0 പ്ലസ് 0 എന്താണ്? 0. അപ്പോൾ ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എത്രയാണ് വരുന്നത്? 011 എന്നാണ് വരുന്നത്. അപ്പം 101ൻ്റെ 2's കോംപ്ലിമെൻ്റ് ആണ് 011. അതായത് 101ൻ്റെ 1's കോംപ്ലിമെൻറ്റ് 1ൻ്റെ പൊസിഷനിൽ 0, 0യുടെ പൊസിഷനിൽ 1, 1ൻ്റെ പൊസിഷനിൽ 0. ഇനി ആ 1's കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്തു. 1 പ്ലസ് 0 1, പിന്നെ 1 പ്ലസ് 0 ഇവിടെ ഡിജിറ്റ് ഒന്നുമില്ല, 1 തന്നെ വന്നു. 0 പ്ലസ് 0 എത്രയാണ്? 0. അപ്പം 2's കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 011 ആണ്. അപ്പം ഇതാണ് നമ്പർ സിസ്റ്റം. ഇനി നമുക്ക് നമ്പർ സിസ്റ്റം ഇനിയും പഠിക്കാനുണ്ട്. ഒക്ടലുണ്ട്, അതുപോലെ തന്നെ ഡെസിമൽ ടു ബൈനറി കൺവേർഷനൊക്കെ ഉണ്ട്. അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. എങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്